ഹലോ ഗൈസ്, നമ്മുടെ മൊട്ടസാറി ലെക്ചറിൽ പാർട്ട് 2 ആണേ. അതിൻ്റെ കണ്ണും മൂക്കും നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിനായി ആദ്യം തന്നെ അതിൻ്റെ ബോക്സിൽ നിന്ന് അതിൻ്റെ കണ്ണും പിന്നെ നോസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരേ ഒരു കാര്യമാണ് ഒട്ടിച്ചെടുക്കുക അല്ലേ. സിമ്പിളല്ല ഗൈസ്, ഇനി ഇതിനേക്കാൾ സിമ്പിൾ ക്രാഫ്റ്റ് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് അതിനായി ഫാൻ ഓഫൊക്കെ അല്ലെങ്കിൽ ഐസ് നോസൊക്കെ പാറിപ്പോവേ. അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്താകാം. അപ്പോൾ ഗ്ലൂ എടുത്തിട്ടുണ്ടേ, ഇനി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം തന്നെ മൊട്ടസാറിന് എടുത്തിട്ടുണ്ട്. എൻ്റെ വലിയ ഗ്ലൂ ഉണ്ട്, അത് നമുക്ക് ക്ലേ ഉണ്ടാക്കാനാണ്, ഹോം മെയ്ഡ് ക്ലേ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നു കേട്ടോ. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. അതിന് ഒട്ടിച്ചു കൊടുക്കണ്ടേ. അതിന് ഞാൻ പശ ഒരു ഇന്നലത്തേമാതിരി ഇതേമുണ്ട് കേട്ടോ, ഇതേമാതിരത്തെ ഒരു ഒട്ടിപ്പ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കണേ. ഓക്കെ, 3 സൈഡിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കണേ, കണ്ണും മൂക്ക് അങ്ങനെ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണ്ണൊട്ടിച്ചെടുക്കാവേ. അപ്പോൾ കണ്ണൊട്ടിച്ചെടുത്തപ്പോഴത്തേന് തിന്നി പോകണ്ടേ, നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, അമർന്നു പോവും. പിന്നെ മുട്ട ഒന്നിനും പറ്റില്ല. പിന്നെ ഉമ്മാൻ്റെയൊക്കെ ഒന്ന് ചീത്തയായിരിക്കാം, അതാണ് ഇതാണ് അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കരുതേ. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഒരു ഡെസ്ക് ഡെക്കർ ആയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഞാനൊരു ഇന്നലെ ഷോപ്പിംഗ് ചെയ്തിരുന്നു, ചെറിയൊരു ഷോപ്പിംഗ് ഒന്ന് നമുക്ക് കാണിച്ചു തരാം. ഒരു വലിയ ഫാൻറ്റസി കിറ്റാണ്, പാണ്ട കിറ്റ്. ഇതാണ് ഞാൻ വാങ്ങിയത്. അതിന് പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സും വാങ്ങി. പിന്നുള്ളത് ഈ വാട്ടർ കളേഴ്സാണ്. ഇത് നല്ല യൂസ്ഫുൾ, എന്നാലും തന്നെ ഞാൻ ട്രൈ ചെയ്തേക്കുന്നത്. പിന്നെയുള്ള സ്പൂൺസാണ്, കുറച്ച് സ്പൂൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ 2 ബ്രഷസ് വാങ്ങിയിരുന്നു, പോയിൻറ്റും പോണിയും വാങ്ങിയിട്ടോ. ഇതിൻ്റെയൊക്കെ ഇല്ലേന്ന് കേട്ടോ. പിന്നെ വാങ്ങിയ ഒരു കട്ടറാണ്, ഇത് കത്തി അങ്ങനെ എന്തെങ്കിലും പറയും. അടുത്ത വീഡിയോയിൽ നമ്മളൊരു ക്ലേ വെച്ചിട്ട് കട്ടർ ഉണ്ടാക്കുന്നതാണ്, പേപ്പർ കട്ടറാണ്. ഇനി നമുക്ക് പാണ്ട കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിലുള്ളത് കാണിച്ചു തരാം. ഇതിലുള്ളത് ക്രയോൺസാണ്, ഓയിൽ പേസ്റ്റുള്ള ക്രയോൺസാണ്. ഇതിൽ 13 ഷെയ്ഡാണ് വരുന്നത്, അപ്സരൻ്റെയാണ്. അടുത്തത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഈ ഷാർപ്പ്നർ ഉണ്ടല്ലോ, ഷാർപ്പ്നറാണ്. ഇനിയുള്ളത് ഒരു ഡ്രോയിങ്സ് ബുക്കാണ്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയാലോ. ഡ്രോയിങ് ബുക്ക് നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ. പിന്നെ ഒരു എറേസറും പിന്നെ ഒരു പെൻസിലും. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു നല്ല രസമുള്ളൊരു സാധനം ഉണ്ടായിരുന്നേ, റബ്ബറാണ്. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. ബായ്.